നമസ്കാരം. പതിരും കതിരും. സിംഹമല്ലാതായിത്തീരുന്ന സിംഹത്തേക്കാൾ ദയനീയമായി മറ്റെന്താണുള്ളത്? നമ്മുടെ പഞ്ചാനനന്മാർ കൂടുകൾക്കുള്ളിൽ അയജ്ഞലബ്ധമായ ഇറച്ചി തിന്ന് ഉറങ്ങുന്നു. അവരുടെ ഇടയ്ക്കിടെയുള്ള ഗർജനം കുട്ടികളെപ്പോലും ചിരിപ്പിക്കുന്നതേയുള്ളൂ. അങ്ങനെ അയജ്ഞലളിതമായി കിട്ടുന്ന മാംസകഷ്ണങ്ങളും ഭക്ഷിച്ച് കൂടിനുള്ളിൽ കിടന്ന് ഗർജിക്കുന്ന ഒരു സിംഹത്തെ പോലെയായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും. വല്ലപ്പോഴുമുള്ള കണ്ണുമുഴപ്പിക്കലും ഗർജനവും കേട്ട് പിള്ളേര് വരെ ചിരിക്കുകയാണിപ്പോൾ. ഇങ്ങനെ കോമഡി പീസായി അവസാനിപ്പിക്കാനാണല്ലോ ദൈവമേ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസത്തിൻ്റെ ഗതി. ഈ പാർട്ടിയെ പിണ്ടം വെച്ചാലും കാക്കയെടുക്കില്ല. വല്ല കാക്കാമ്പീച്ചിയും ഒന്ന് കൊത്തിയാലായി. ഒറോട്ടിയും കഴിച്ച് കൗമാരം ചെലവഴിച്ച പിണറായി പറഞ്ഞ ആ പഞ്ഞ കഥ ആരുടെയെങ്കിലും ഞരമ്പിനെ സ്പർശിച്ചോ? അതും പോട്ടെ, ആ പഞ്ഞവർത്തമാനം കേട്ട് കമ്മികളല്ലാതെ ആരെങ്കിലും അഹോ ഭയങ്കരമെന്ന് പറഞ്ഞ് നെടുവീർപ്പിട്ടോ? കയ്യിലൊരു കപ്പ് കൊടുത്താൽ അതും കടിച്ചുകൊണ്ടിരിക്കും. പഴയകാല ഓർമ്മകൾ വല്ലതും പറയാൻ പറഞ്ഞാൽ ഒന്നുമില്ല. അത് അണിയറയിൽ നിന്നും ചിലപ്പോൾ എഴുതി കൊടുക്കേണ്ടി വരും. രാവിലെ കഴിക്കാൻ ഒന്നും ഉണ്ടാകില്ല. ചില ദിവസങ്ങളിൽ അമ്മ ഒരു പൊതി തന്നു വിടും. ഒറോട്ടി എന്നാണ് ഞങ്ങളതിന് പറയുക. എൻ്റെ ഫയലിൽ പൊതി ചേർത്ത് വയ്ക്കും. ഓരോ ജീവിതവും അദ്ദേഹത്തിന് അന്നും ഫയലായിരുന്നു. അല്ല സാർ, ഈ ഒറോട്ടി കഥയ്ക്ക് ഒരു ഗുമ്മ് കിട്ടിയില്ലല്ലോ. ദാരിദ്ര്യം പറയുമ്പോൾ പോലും ഈ മനുഷ്യൻ അതിനൊപ്പം പൊങ്ങച്ചം കലർത്തിയത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അരനൂറ്റാണ്ട് മുമ്പുള്ള കേരളത്തിലെ പട്ടിണിയെപ്പറ്റിയാണല്ലോ അങ്ങ് പറയുന്നത്. അന്നും പിണറായിക്ക് അരപ്പട്ടിണിയേ ഉള്ളൂ എന്നതിലാണ് അത്ഭുതം. എന്നിട്ടും അഭിമാനിയായി ജീവിച്ചെന്നും പറയുന്നു. അക്കാലത്ത് മുഴുപട്ടിണിക്കാരൻ മുണ്ടുമുറുക്കി കൊടുത്ത് പല്ലും കോത്ത് കാലും തല്ലി കിടക്കുകയാണ് ഒരു നേരത്തെ വിശപ്പ് മാറ്റി ഒന്നുറങ്ങിക്കിട്ടാൻ. പിണറായി വിജയൻ്റെ ഈ റൊട്ടിക്കഥ കാച്ചിൽ കൃഷ്ണപിള്ളയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പഴങ്കഞ്ഞി കുടിച്ചെന്നോ കപ്പപ്പുഴുക്ക് തിന്നെന്നോ മത്തി ചുട്ടതും ചക്കയും കൂട്ടി തിന്നെന്നോ എന്ന് പറഞ്ഞാൽ ഒരന്തസ്സുകേട് ഉണ്ടായാലോ? പുതിയ തലമുറ കേട്ടുപഠിക്കട്ടെ ഞങ്ങളുടെ മുഖ്യൻ റൊട്ടി തിന്ന് വളർന്ന കഥ. ഒടുവിൽ ആ ഒറോട്ടി ബാലകൻ വിജയൻ ഇന്ന് എവിടം വരെ എത്തി? വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾക്കാണെങ്കിൽ കൊതിയാമാർക്കും. ഈ അവസ്ഥയിൽ വിരുന്നുകൾ ഇങ്ങനെ ഉണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അന്നത്തെ ആ പട്ടിണിക്കാലത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണത്രേ പിണറായി അതിദാരിദ്ര്യം തുടച്ചു നീക്കിയത്. 10ാം കൊല്ലം ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് തുടച്ചു നീക്കണമല്ലോ. കമ്മ്യൂണിസം നേരത്തെ തന്നെ തുടച്ചു നീക്കിക്കഴിഞ്ഞു. അതിദാരിദ്ര്യം തീർന്നതോടെ ദരിദ്രന്മാരുടെ ഏമ്പക്കം കേരളീയ സംഗീതം പോലെ നാദബ്രഹ്മമായി അലയടിക്കുകയാണ്. കെ ഡിസ്കിലെ പിള്ളേരുമായിട്ടായിരുന്നു മുഖ്യൻ്റെ അഭിമുഖ സംഭാഷണം. സദസ്സിൽ നിന്നും ഏതെങ്കിലും ഒരുത്തിനൊരു കാച്ചിൽ പൊക്കി കാണിച്ചിട്ട് മുഖ്യനോട് ചോദിക്കണമായിരുന്നു, സാറിനറിയാമോ ഇതേത് കിഴങ്ങാണെന്ന്? അല്പനേരം നോക്കിയിരുന്നിട്ട് പറയും, ഓ മരത്തേലൊക്കെ ഞറുങ്ങണ പെറുങ്ങണ കിടക്കുന്ന സാധനമല്ലേ. അങ്ങനെ ആരെങ്കിലും ഒരു കാച്ചിൽ പൊക്കി കാണിച്ചിരുന്നെങ്കിൽ ഇത് കാച്ചിൽ ബോംബാണെന്ന് പറഞ്ഞ് അവൻ്റെ കാര്യം അധോഗതി. വാട്ടച്ചീനി ഊറ്റി തിന്ന കാര്യം പോലും ഈ മുഖ്യമന്ത്രി മറന്നുപോയതാണോ? അതോ അങ്ങനെയൊന്നും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? എന്താണോ ഉള്ളത് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണമെന്ന മഹനീയമായ ഒരു ഉപദേശവും കൊടുത്തു പിള്ളേർക്ക് പിണറായി. ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാർ, ഈ കേരളത്തിൻ്റെ ധനസ്ഥിതി അനുസരിച്ചാണോ സാർ അങ്ങ് ജീവിക്കുന്നത്? സ്വന്തം വരുമാനമനുസരിച്ചാണോ അങ്ങയുടെ മകൾ ജീവിക്കുന്നത്? അങ്ങയുടെ അഭിമാനം സംരക്ഷിക്കാനല്ലേ ഈ നാട്ടിലെ പാവങ്ങൾ മുണ്ടു വരിഞ്ഞു മുറുക്കി ജീവിക്കുന്നത്? പണ്ട് VS തൻ്റെ ചെറുപ്പകാലത്തെപ്പറ്റി പിള്ളേരോട് പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. വസൂരി ബാധിച്ച് അമ്മയൊക്കെ മരിച്ച കഥ. ഏത് കഥയും മനുഷ്യസ്പർശിയാകണമെങ്കിൽ അതിൽ അനുഭവത്തിൻ്റെ ചൂടും ചൂരും വേണം. ഇന്നത്തെ കഥയെഴുത്തുകാർക്കും അതില്ല, കള്ളക്കഥ മെനയുന്ന പിണറായി വിജയനുമില്ല. വെറുതെ ഒറോട്ടി വിജയൻ എന്നൊരു പേരുകൂടി സമ്പാദിക്കാമെന്നല്ലാതെ റൊട്ടി കടിച്ച കഥ എങ്ങും ഏശിയില്ല. ഈ ഭരണത്തിന് മണവും ഗുണവുമില്ലെങ്കിലും നല്ലൊരു ഭക്ഷണം പിണറായി കേരളീയർക്ക് പരിചയപ്പെടുത്തി. ആ സ്ഥിതിക്ക് രുചികരമായ തലശ്ശേരി സ്പെഷ്യൽ ഒറോട്ടി ഉണ്ടാക്കുന്ന വിധം കൂടി പറയാം. ചേരുവകൾ: പുഴുങ്ങലരി അഥവാ പൊന്നിയരി 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ചൂടുവെള്ളത്തിൽ പുഴുങ്ങലരി 5 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. ശേഷം അരി കഴുകി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. ഇതൊരു വാഴയിലയിൽ ഓരോ ഉരുളകളാക്കി ഉരുട്ടി വച്ച ശേഷം കൈപ്പത്തി കൊണ്ട് പരത്തിയെടുക്കുക. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കൈപ്പത്തിക്ക് പകരം ചുറ്റിക കൊണ്ട് അടിച്ചു പരത്തിയാലും മതി. ഇനി ചുട്ടെടുക്കാം. നല്ല ഒന്നാന്തരം CM സ്പെഷ്യൽ ഒറോട്ടി റെഡിയായിരിക്കുന്നു. ഒരു കാര്യം വിട്ടുപോയി, അടുപ്പ് കത്തിക്കുന്ന കാര്യം മറക്കരുത്. ഇത്രയും ഒന്നും പ്രയാസം വേണ്ട. തലേന്നത്തെ ചോറ് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പുനീര് തളിക്കുക. ഒരു പച്ചമുളക് കൂടി ചേർത്ത് ഒരു മത്തിത്തലയും ചുട്ട് കലക്കി അങ്ങ് മൂന്നുക. പക്ഷേ നമ്മുടെ മുഖ്യൻ അത് പറഞ്ഞാൽ അന്തസ്സിന് കുറവ് സംഭവിക്കും.
പിണറായി വിജയൻ പഴങ്കഞ്ഞി കുടിക്കുകയോ? ശരിക്കും പട്ടിണിക്കേടായിരുന്നോ അങ്ങയുടെ പ്രശ്നം? അന്നത്തെ അരപ്പട്ടിണിക്ക് പകരം ചോദിക്കാൻ നമ്മൾ പാവങ്ങളുടെ ചെലവിൽ ഭരണത്തിൻ്റെ ആറാട്ട് സദ്യ എത്രയങ്ങ് ഉണ്ടോ? വിശപ്പൊക്കെ തീർന്നു ആവോ?